ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 2 സവാള, ചെറിയ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ അതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ്. അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ല ചേർത്ത് കൊടുക്കുന്നത്, ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി നല്ലപോലെ വഴണ്ട് വരുന്നവരെ, തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയം ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി, 1 കപ്പ് തേങ്ങ ഞാനിവിടെ അരച്ച് ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ തേങ്ങ മാത്രം അരച്ചതാണ്, ഇതിൽ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പ് കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരുപാട് ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിവിടെ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 5 മുട്ടയാണ് ഇതിലേക്ക് പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് പകുതി മുറിച്ചിട്ടാണെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ മുട്ടയുടെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് അങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റുള്ള, അതുപോലെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പത്തിരിക്കും ഇടിയപ്പത്തിനും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിനൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ അളവിൽ തന്നെ ചെയ്തു വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.